പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കൂടെ ആയിരിക്കുന്ന അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ ശക്തി മക്കളിൽ പ്രകടമാക്കി അവരെ യഥാർത്ഥമായ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തി വിശുദ്ധിയിലും അതോടൊപ്പം തന്നെ ജീവന്റെ സമൃദ്ധിയിലും അവരുടെ പഠനത്തില്, സ്വഭാവത്തില്, വളർച്ചയില്, സകലവിധ പ്രവൃത്തികളിലും ഉദ്യമങ്ങളിലും കർത്താവ് അങ്ങയുടെ അനുഗ്രഹം, അങ്ങയുടെ കടാക്ഷം, അങ്ങയുടെ ശക്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും മക്കളെ ഓർത്ത് സന്തോഷിക്കുന്നവരായി മാറട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവിടെ കുടുംബങ്ങളെയും, ഇവരുടെ മക്കളെയും കർത്താവെ അവിടുത്തെ വലിയ അനുഗ്രഹത്താലും കൃപയാൽ നിറച്ച് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. അതിനായിട്ട് കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ മുദ്രിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 27 മോണിക്ക പ്രയർ എന്ന് പേരിട്ടുകൊണ്ട് മോണിക്ക പുണ്യമതിയുടെ തിരുനാൾ ദിനത്തിൽ നമ്മൾ ആരംഭിച്ചു. ഇന്ന് 361 ദിവസം നമ്മൾ ആയിരിക്കുകയാണ്. ഒരു വർഷം നമ്മൾ പൂർത്തിയാക്കുകയാണ് ഈ ദിവസങ്ങളിൽ. പ്രിയപ്പെട്ട മക്കളെ, നിരന്തരമായിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ എന്ന് ഈ പ്രാർത്ഥന പരിചയപ്പെട്ട് കിട്ടിയോ അന്ന് മുതൽ ഈ പ്രാർത്ഥനയിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് മക്കളുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവിലായി പോകത്തില്ല. തിന്മ അതുപോലെ അതിശക്തമായി ആക്രമിക്കുമ്പോ അതിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ നിരന്തരമായ പ്രാർത്ഥന അതിശക്തമായി വേണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രാർത്ഥനയില് എല്ലാവരും ശക്തിയായി മുന്നോട്ട് പോകുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരു മേഖല നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. ഫ്രണ്ട്സ് നമ്മുടെ മക്കൾക്ക് വലിയൊരു ഒഴിവാക്കാനാവാത്ത മേഖലയാണ് കൂട്ടുകാരെ അല്ലെങ്കിൽ ഫ്രണ്ട്സ്. ഇന്ന് പല മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോ വലിയ സങ്കടം. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നല്ല കൂട്ടുകെട്ടുകൾ ഒത്തിരിയേറെ നമുക്ക് കാണാൻ പറ്റും. ദാനിയേല്, ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, ഈ 4 മക്കളും വലിയ കൂട്ടുകാരാണ്. ദൈവത്തിന്റെ കൽപ്പന പാലിക്കാൻ, ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ, ദൈവകൃപയിൽ ജീവിക്കാൻ, ദൈവത്തിന്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും പാലിക്കാൻ, അതിനുവേണ്ടി നിലപാടെടുക്കാൻ ഒരുമിച്ച് നിന്ന് ജീവിച്ച മക്കള്. ആ കൂട്ടുകെട്ടിനെ ദൈവം ഉയർത്തി. ഇതുപോലെ ഒത്തിരി കൂട്ടുകെട്ടുകൾ ഇവിടെവരെ നമ്മൾ കാണുന്നുണ്ട്. തോബിത്തിന്റെ പുസ്തകത്തില് തോബിയാസ് മകന് യാത്ര ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ കണ്ടെത്താൻ തോബിയാസിനോട് പറയുകയും തോബിയാസ് ഒരു കൂട്ടുകാരനെ കണ്ടെത്തി അവനെ കൂട്ടിക്കൊണ്ടുവന്ന് അപ്പനെ പരിചയപ്പെടുത്തുക. അപ്പൻ അവനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ നാം കാണുന്നുണ്ട് അവന്റെ സ്വഭാവം, അവന്റെ കുടുംബ മഹത്വം, അവന്റെ പാരമ്പര്യം, ഇതെല്ലാം ശരിക്കും പഠിച്ചതിന് ശേഷമാണ് ഈ തോബിത്ത് തന്റെ പ്രിയപ്പെട്ട മകന് കൂട്ടുകാരനായിട്ട് ഈ റഫായിൽ മാലാഖയെ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് ആ മകനും അപ്പനും തമ്മിലുള്ള ബന്ധം, കൂട്ടുകാരൻ തിരഞ്ഞെടുക്കുമ്പോ പോലും അപ്പന്റെ ഹിതമറിഞ്ഞ് അപ്പനെ പരിചയപ്പെടുത്തി അപ്പനുമായുള്ള ഉറപ്പിക്കലില് കൂട്ടുകെട്ട് സ്ഥാപിക്കുന്ന മകൻ. ഇതൊക്കെ ഒരു കുടുംബത്തില് സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കുടുംബത്തില് ഒരു കൂട്ടുകാരൻ, മകന്റെ കൂട്ടുകാരൻ, മകളുടെ കൂട്ടുകാരി ഒക്കെ, അത് കുടുംബമായിട്ട് ബന്ധം വേണം. ആരെങ്കിലും ഒന്നും കൂട്ടുകാരാക്കാൻ പാടില്ല. ഇന്ന് കട്ടമെന്ന് പറയണ്ട, നമ്മുടെ പിള്ളേരെ കൂട്ടുകെട്ടുകളും കൂട്ടുകാരൊക്കെ ആരാണെന്നോ എന്താണെന്നോ പലപ്പോഴും മാതാപിതാക്കൾ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കൂട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ തിന്മ, ഒത്തിരിയേറെ പൈശാചികത, ഒത്തിരിയേറെ മ്ലേച്ഛതകള് ഇത് നമ്മുടെ മക്കളില് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ദിവസങ്ങളൊക്കെ അനേകം
കാർന്നോന്മാര് കണ്ണീരോടെ പറഞ്ഞു മക്കളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച്. ഈ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട് രാത്രി കറങ്ങാൻ പോവാ, പബ്ബിൽ പോവാ, വീടുകളിൽ പോയി താമസിക്കുക, ഈ ഓവർനൈറ്റ് സ്റ്റേ, അതൊക്കെ ഭയങ്കരമായ ഒരു സംസ്കാരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം രമിച്ചു പറയാം, മോള് സിനിമ കൂട്ടുകെട്ടാ, സിനിമയിൽ അഭിനയിക്കുന്ന, സീരിയലിൽ അഭിനയിക്കുന്ന കൂട്ടുകാരി. ഇവളുടെ വലിയ ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. നമുക്കറിയാം, സിനിമ, സീരിയല്, അഭിനയം, ഇതൊക്കെ അച്ഛൻ പറയാണ്ടറിയാം. അങ്ങനെ പോകുന്ന മക്കൾ, ഇവൾക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വീട്ടുകാരെ അനുവദിച്ചില്ല, നീട്ടി പോയി. ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യമായി, ഡിഗ്രി കഴിഞ്ഞു, അവളിങ്ങനെ കൂട്ടുകാരൊപ്പം പോവാ. അങ്ങനെ പോയിട്ട് കഴിഞ്ഞ ദിവസം അമ്മ വിളിച്ചു, കൂട്ടുകാരുടെ കൂടെ പോയി താമസിക്കുക. രാത്രി എവിടെ? ഫോണിൽ വിളിക്കും, വല്ലപ്പോഴും എടുക്കും. നീ വരുന്നില്ലേ? അവൾ പറയാണ്, എനിക്കെന്റെ കൂട്ടുകാരാണ്, നിങ്ങൾ എനിക്കൊന്നും തന്നില്ല, എന്റെ ഇഷ്ടങ്ങള്, എന്റെ താല്പര്യങ്ങള് നിങ്ങളൊന്നും നിറവേറ്റി തന്നില്ല, അതുകൊണ്ട് ഞാൻ തോന്നിമാരിപ്പോവും, ഇഷ്ടമുള്ള പോരും, എന്നെ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കൂട്ടുകാരുടെ കൂടെ പോയി പ്രിയപ്പെട്ടു പോയ മക്കൾ, ഇന്ന് ഒത്തിരിയേറെ മക്കള്, ഒത്തിരി അമ്മച്ചിമാര് പറയാറുണ്ട്, രാത്രി പോണ്ട്, 2 ദിവസമായി വന്നിട്ട്, 3 ദിവസമായി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് എന്റെ വീട്ടിലുണ്ട്. ഏത് ഫ്രണ്ട്സ്? ഒത്തിരിയേറെ മക്കള്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി കൂട്ടുകാരന്റെ കൂടെ പോയി, പബ്ബിൽ പോയി, രാത്രി മുഴുവൻ പൈസയൊക്കെ ചെലവഴിച്ച്, അടിച്ച് പൊളിച്ച്, ലഹരി പിടിച്ച്, തിരിച്ചു വന്നൊടുക്കി വണ്ടി ഇടിച്ച്. അപ്പോ ഹോസ്പിറ്റലിൽ വന്നു. അപ്പോൾ കുറെ പേര് അറിഞ്ഞു, കൂട്ടുകൂടി പോകുന്ന മക്കള് ആരുടെ കൂടെ, എന്തിന്റെ കൂടെ, ഏത് വീട്ടില്, ഏത് സ്ഥലത്ത്, ഇങ്ങനെയൊന്നും അറിവില്ലാത്ത വിധത്തില് ഇന്ന് കൂട്ടുകാരെ നശിപ്പിക്കുന്ന അനേകം മക്കളുണ്ട്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ പറയാനുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരൻ ആരെന്ന് പറ, നിന്റെ കൂട്ടുകാരി ആരെന്ന് പറ, നീ ആരാണെന്ന് പറയാം. നമ്മുടെ മക്കളുടെ കൂട്ടുകാർ നോക്കിക്കോ, വിശുദ്ധിയുള്ള, ചൈതന്യമുള്ള, പള്ളിപ്പോക്കുള്ള, കൂദാശയുള്ള, കുടുംബത്തിൽ പിറന്ന് കുടുംബത്തെ അനുസരിച്ച്, കുടുംബ ബന്ധത്തിന് മാതാപിതാക്കൾ അനുസരിച്ച് സ്നേഹത്തിൽ ജീവിച്ചു പോകുന്ന കൂട്ടുകെട്ടുകൾ ആണോ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട്? ഇന്ന് പല മക്കളുടെ കൂട്ടുകെട്ട് അതൊന്നുമില്ല. കുറെ വൃത്തികെട്ട സ്വഭാവം, കറങ്ങാൻ പോവാ, ഫുഡ് അടിക്കാൻ പോവാ, ടൂറടിക്കാൻ പോവാ, അതുപോലെ ഒത്തിരി പച്ചകുത്തി അല്ലെങ്കിൽ ചെടികമായ വസ്ത്രധാരണം. കഴിഞ്ഞ സമ്മതിച്ചു പറയാ, മോള് കൂട്ടുകൂടി അവളിങ്ങനെ ഫോട്ടോ ഇടും ഇൻസ്റ്റാഗ്രാമില്, പല ഡ്രസ്സും ഇല്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ കസിൻസ് ഒക്കെ പറയും, വീട്ടുകാർ പറയും, എന്താണ് നിന്റെ കൊച്ചിങ്ങനെ കാണിക്കുന്നത്? അപ്പൊ അമ്മ വേദനയോട് പറയും, മോളെ വീട്ടുകാരും ബന്ധുക്കളൊക്കെ ചോദിക്കുന്നുണ്ട്. അവള് പറഞ്ഞു, ആരാന്ന് പറ, ഞാൻ അവരോട് സംസാരിച്ചോളാം, എനിക്കിഷ്ടം പോലെ ഞാൻ നടക്കും കൂട്ടുകാരൊപ്പം. ഈ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടുകാരും ഈ ടൈപ്പ് വസ്ത്രം ധരിക്കാത്ത ടീമുകളാണ്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, തിന്മയെ അനുഗമിക്കുന്ന, തിന്മയെ അനുകരിക്കുന്ന, തിന്മയുടെ കൂട്ടുകെട്ട്, പാപത്തിന്റെ കൂട്ടുകെട്ട്, മ്ലേച്ഛതയുടെ കൂട്ടുകെട്ട്, ലോകാരൂപിക്ക് അടിമപ്പെട്ട കൂട്ടുകെട്ട്, അശുദ്ധിയുടെ കൂട്ടുകെട്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ചെന്നപ്പെട്ട് നശിച്ചു പോകുന്ന നമ്മുടെ മക്കള് എന്തേ നല്ല കൂട്ടുകെട്ടില്ലാതെ പോകുന്നു? നമ്മളിന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം മക്കളെ, നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ട് വേണം. ഇന്ന് നമ്മുടെ ഒത്തിരി ഭൂരിഭാഗം മക്കൾക്കും കൂട്ടുകെട്ട് മോശപ്പെട്ടത് കൊണ്ട് നശിച്ചു പോയ അനേക മക്കളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 2 തിമോത്തി 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനത്തില്, യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുവിൻ. യുവസഹജമായ മോഹങ്ങള്, ഇന്ന് യുവത്വത്തിന്റെ കാലഘട്ടത്തില് സഹജമായ മോഹങ്ങള്, സ്വഭാവങ്ങള്, ആഗ്രഹങ്ങള്, ഇഷ്ടങ്ങള് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് നശിപ്പിക്കുള്ളൂ. കൂട്ടുകെട്ടുകളൊക്കെ യുവസഹജമായ മോഹങ്ങളെ താലോലിച്ച് അതിനെ പ്രൊമോട്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികൾ ചെയ്ത് അടിച്ച് പൊളിച്ച് തിന്ന് കുടിച്ച് മതിക്കുന്ന യുവത്വത്തിന്റെ മോഹങ്ങൾ, അതിൽ നിന്ന് വചനം പറയാം, ഓടിക്കോ, നശിച്ചു പോളൂ. ഈ കൂട്ടുകെട്ടിന്റെ മേഖല നമുക്കിന്ന് ദിവികാന സന്നദ്ധിയില് നമ്മുടെ മക്കൾക്ക് നല്ല കൂട്ടുകെട്ടുകൾ, നല്ല ബന്ധങ്ങൾ ലഭിക്കണം. തിരഞ്ഞെടുപ്പ്, കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിൽ അപ്പനും അമ്മയ്ക്കും കുടുംബത്തിനും ഒരു സ്ഥാനം വേണം. തോബിയാസിന്റെ കൂട്ടുകെട്ടിൽ തോബിത്തെന്ന അപ്പന് സ്ഥാനമുണ്ടായ പോലെ നമ്മുടെ മക്കളെ കൂട്ടുകെട്ടിനെ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധത്തിലേക്ക് കൊണ്ടുവരണം. പരിശോധിക്കണം, നല്ല കൂട്ടുകെട്ടാണോ?
അല്ല, ഇഷ്ടം പോലെ എന്റെ ഇന്ന് കൂട്ടുകാരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ അപ്പനെ തല്ലുന്ന മക്കളുണ്ട്. എന്റെ കൂട്ടുകാരെ കുറിച്ചൊന്നും പറയരുത്. ഒരിക്കലും വീട്ടില് മകന്റെ കൂട്ടുകാർ വന്നു, ഭൂലോക തല്ലിപ്പൊളികൾ, ഒത്തിരി പ്രശ്നക്കാർ, നാട്ടിൽ അറിയപ്പെടുന്ന ക്രിമിനൽസ് ആണ്. അപ്പൊ അപ്പം പറഞ്ഞു, എന്റെ മോനെ നിങ്ങൾ നശിപ്പിക്കരുത്, എന്റെ മോനെ തേടി ഇവിടെ വരേമില്ല, രാത്രി വന്നേക്കാണ്. അപ്പൊ ആ പറഞ്ഞതിന്റെ പേരില് എന്റെ കൂട്ടുകാരെ എടാ തന്ത നീ ഇൻസൾട്ട് ചെയ്തില്ലേ എന്ന് പറഞ്ഞിട്ട് അപ്പനെ തല്ലിന്ന് മോൻ ഒച്ച വെച്ച് വേളം വെച്ച്. ഇതാണ് ഒത്തിരിയേറെ മക്കളുടെ സ്വഭാവങ്ങൾ. ഫ്രണ്ട്സിനെ തൊട്ടാൽ കലി കയറുന്ന മക്കള്. ഫ്രണ്ട്സാണ് ലോകം, ഫ്രണ്ട്സാണ് സത്യം, ഫ്രണ്ട്സാണ് എല്ലാം എല്ലാം എന്ന് പറയുന്ന ഒത്തിരി മക്കള്. പിശാചി കയറി നമ്മുടെ മക്കളെ നശിപ്പിക്കുന്ന വലിയൊരു മേഖലയാണ് ഫ്രണ്ട്സ്, അവരുടെ കൂട്ടുകാർ. നമുക്കിന്ന് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഫ്രണ്ട്സിന്റെ പിന്നാലെ പോയി നശിച്ചു പോയ മക്കള്, ഫ്രണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട് നശിച്ചടങ്ങി ഒടുങ്ങുന്ന മക്കള്, കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നൽകണം. ഞങ്ങളുടെ മക്കള് ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോ അങ്ങേ അറിയുന്ന മക്കളെ തിരഞ്ഞെടുക്കണം. കുടുംബ ബന്ധത്തില് കുടുംബത്തിൽ പറഞ്ഞ മക്കള് നല്ല കൂട്ടുകെട്ടിൽ ഉണ്ടാക്കി പോകണം. കുടുംബത്തിൽ പറക്കാത്ത മക്കള് നമ്മൾ ഈ ദിവസങ്ങൾ പലതും കാണുന്നുണ്ട്. ആ കേസ് ഈ കേസ്, എന്നെ പീഡിപ്പിച്ചേ, എന്നെ കൊണ്ടുപോയേ, എന്നെ അവിടെ കൊണ്ടുപോയേ, ഇത്ര വട്ടം പീഡിപ്പിച്ചേ. പീഡിപ്പിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു അത് നാം പറയേണ്ട കാര്യമില്ല. കുടുംബത്തിൽ പറക്കണം, കുടുംബ ബന്ധത്തിൽ ജീവിക്കണം, കൃപയിൽ ജീവിക്കണം. അല്ലാതെ മറ്റു കൂട്ടുകെട്ടിൽ ചെന്നപ്പെട്ടാൽ അവനും അവളും നശിക്കത്തേ ഉള്ളൂ. പ്രാർത്ഥിക്കാം മക്കളെ, ഈ ഒരു വലിയ നിയോഗത്തിനായി ഇന്ന് കർത്താവിന്റെ സന്നിധിയില് വലിയ കരുണയ്ക്കായി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഇന്ന ദിനത്തിൽ പ്രത്യേകമാം വിധത്തില് ഞങ്ങളുടെ മക്കളെ കൂട്ടുകെട്ടുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണല്ലോ അങ്ങ് ഞങ്ങളെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. കർത്താവ്, ഞങ്ങളുടെ മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒത്തിരിയേറെ കാര്യങ്ങള്, ഒത്തിരിയേറെ മേഖലകള് കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ട് ഈശോയെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. ദാനിയേലിനെ പോലെ, ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോയെ പോലെ, തോബിയാസിനെ പോലെ കർത്താവെ നല്ല കൂട്ടുകെട്ടുകള് ഉണ്ടാകുവാനും യുവസഹജമായ മോഹത്തിൽ നിന്ന് ഓടിയകലാനും കർത്താവെ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകണമെന്ന് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. ഈശോ, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളുടെ കൂട്ടുകെട്ടുകള് ഞങ്ങൾ ഇന്ന് കാണുന്നു കർത്താവെ. അനേക മക്കള് യുവസഹജമായ മോഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന കൂട്ടുകെട്ട്, കറങ്ങാൻ പോക്ക്, പപ്പിപ്പോക്ക്, രാത്രികാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന മക്കള്, പല സ്ഥലത്ത് പോയി താമസിക്കുന്ന മക്കള്, മ്ലേച്ഛത പ്രവർത്തിക്കുന്ന മക്കള്, ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കള്, പബ്ബുകളിൽ ഒരുമിച്ച് കൂടി യുവസഹജമായ മോഹങ്ങളുടെ പൂർത്തീകരണത്തിനു വേണ്ടി എല്ലാ തിന്മകൾ ചെയ്തു പോകുന്ന മക്കള്, ഈശോ എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ തെറ്റായ കൂട്ടുകെട്ടിൽ നിന്ന് അങ്ങ് വിടുവിക്കണമേ. അതിലേക്ക് പോകാതെ കർത്താവെ കുടുംബ ബന്ധത്തില്, കുടുംബ സ്നേഹത്തില് ഒരുമിച്ച് പോകാനുള്ള കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, യഥാർത്ഥമായ സ്നേഹം, സൗഹൃദം പരിശുദ്ധമാണ്. അത് അങ്ങേക്ക് മാത്രമേ നൽകാൻ പറ്റൂ. യുവാവായ യേശുവേ, അങ്ങയുടെ യുവസഹജമായ സ്നേഹത്തിന്റെ, കരുണയുടെ, വിശുദ്ധിയുടെ ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ. യഥാർത്ഥമായ സ്നേഹം, സൗഹൃദം എന്തെന്ന് ഞങ്ങളുടെ മക്കൾ അനുഭവിച്ചറിയാൻ ഈശോയെ ഈ സമയം ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥമായ സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിപ്പിക്കണമേ. ലോകത്തിന്റെ, മോഹത്തിന്റെ, ജഡത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ലഹരിയുടെ, അതോ അക്രമത്തിന്റെ, മ്ലേച്ഛതയുടെ കൂട്ടുകെട്ടുകളെ തകർത്തെറിഞ്ഞുകൊണ്ട് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളെ വിടുവിക്കട്ടെ, മോചിപ്പിക്കട്ടെ. അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മക്കളെ ലഹരി പിടിപ്പിക്കട്ടെ. അങ്ങയുടെ സൗഹൃദം ഞങ്ങളുടെ മക്കളെ സംതൃപ്തരാക്കട്ടെ. മറ്റൊരു മോഹവും, മറ്റൊരു സംതൃപ്തിയും, മറ്റൊരു തൃപ്തിയും ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കത്തില്ല. കർത്താവേ, പലതിനെ പിന്നാലെ പോയി നശിച്ചു പോയ മക്കള് എല്ലാവരും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ മക്കളെയും
നമ്മുടെ മക്കൾ വളരട്ടെ. ആ സൗഹൃദമുള്ള മക്കള്, ആ സ്നേഹമുള്ള മക്കള് പരസ്പരം കൂടിച്ചേരട്ടെ. ദൈവത്തിന്റെ മക്കൾ കൂട്ടുകൂടാൻ പറ്റാത്ത ഒത്തിരിയേറെ മേഖലകളുണ്ട്. വചനം പറയുന്നുണ്ട്, മദ്യപാനിയുടെ കൂടെ ഇരിക്കരുത്, വ്യഭിചാരിയുടെ വസ്ത്രത്തെ പോലും തൊടരുത്. കഴിഞ്ഞ ദിവസം പെൺകുട്ടിയോട് പറഞ്ഞു, അവളുടെ കൂട്ടുകാരുടെ കൂടെ രാത്രി കറങ്ങാൻ പോകും, ഇത്രയും പബ്ബിൽ പോവും, ഹോട്ടലിൽ പോയി താമസിക്കും. ഞാൻ പറഞ്ഞു, മോളെ നീ ആ പെൺകുട്ടിയുമായി കൂട്ടുകൂടരുത്, വ്യഭിചാരി, വെളിച്ചത പ്രവർത്തിക്കുന്നവർ. അവന്റെ വചനം പറയാ, വ്യഭിചാരിയുടെ വസ്ത്രത്തെ പോലും തൊടരുത്. ഓർത്തേക്ക് ഈശോയെ, ഇതൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് പഠിപ്പിച്ചു കൊടുക്കണം. വ്യഭിചാരിയുടെ വസ്ത്രത്തിൽ തൊടാത്ത, മദ്യപാനിയുടെ കൂടെ ഇരിക്കാത്ത ബന്ധങ്ങളാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അതിലേക്ക് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കും മക്കളെ. നമ്മുടെ മക്കളിന്ന് തിന്മയുടെ പിന്നാലെ പോകാൻ യാതൊരു മടിയില്ല. വ്യഭിചാരിയുടെ കൂടെ പോകാൻ, അവളുടെ കൂടെ കറങ്ങാൻ പോകാൻ, മദ്യപാനിയുടെ കൂടെ ഇരിക്കാൻ, അതിന്റെ പിന്നാലെ നടക്കാൻ ഒരു മടിയില്ലാത്ത മക്കള് നമ്മുടെ ഭൂരിഭാഗം മക്കളും. ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. യഥാർത്ഥമായ സൗഹൃദം, യഥാർത്ഥമായ സ്നേഹം, യഥാർത്ഥമായ സംതൃപ്തി ഞങ്ങളുടെ മക്കൾ അനുഭവിക്കട്ടെ. അത് കിട്ടിയാൽ പിന്നെ മക്കള് മറ്റൊന്നിനെ പിന്നാലെ പോകത്തില്ല. എന്തിനോ വേണ്ടി ഓടി നടക്കുന്ന മക്കള്. എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ യഥാർത്ഥമായ സ്നേഹവും സൗഹൃദവും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി മക്കളെല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ വലിയ ശക്തി ഈ ആശീർവാദ സമയത്ത് ഞങ്ങളുടെ മക്കളിലേക്ക് നിറച്ചുകൊണ്ട് മറ്റെല്ലാ ബന്ധങ്ങളും വിട്ടുപേക്ഷിക്കാൻ, സത്യമായ കൂട്ടുകെട്ടിലേക്ക് വരാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും ദിവ്യകാര ഹൃദയത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മക്കളെ എടുത്ത് സമർപ്പിച്ച ആശീർവാദം സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യുവാവായ യേശുവേ, യുവത്വത്തിൽ അങ്ങയുമായ ആഴമായ സ്നേഹബന്ധത്തിൽ ഉറപ്പിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങയിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വലിയ അഭിഷേകം, കൃപ ഇന്നത്തെ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ആമേൻ.